പ്രദക്ഷിണം പോലെ നമ്മൾ പാചകമൊക്കെ എഴുതി കലയുമായി ബന്ധപ്പെട്ട പാചകമൊക്കെ എഴുതി ഒരു ചെറിയ ഒരു ബാനർ തന്നിട്ടുണ്ട്. ഇനി ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ശാന്തരാക്കാം. വിശുദ്ധരായിട്ട് വേണ്ടിച്ചിരിക്കുന്നവർക്ക് മോനെ സംസാരിക്കുന്നത് എല്ലാവരും ഈശ്വരമാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പമായ ദിവികാരിയെ ഈശോയെ അങ്ങയുടെ ജീവനുള്ള ഞങ്ങളുടെ ഈ മതബോധന വർഷത്തിന്റെ ആത്മവാക്യത്തെ ഈശോയോടുള്ള വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ഒന്നുമില്ല ഓരോ വിശുദ്ധരുടെയും വിശുദ്ധ തിരുസഭനായ ആശയങ്ങളെ സ്വീകരിച്ച് വിശുദ്ധ ഇപ്പോൾ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾ മാറ്റുമ്പോൾ വലിയൊരു ആശ്രയവും അത്യാഹിതമായതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല അവസരം നിങ്ങളുടെ കലകളിൽ പ്രാർത്ഥിക്കാം. മാക്സിമിലിയൻ കോളനി മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാർ അവരുടെ നന്മയിലേക്ക് നയിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ വിശുദ്ധരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ മാലാഖ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയെ നമുക്ക് ഏറെ പരിചയമുള്ള ഒരാളാണ്. വിശുദ്ധ മദർ തെരേസ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചേർത്ത് നിർത്തുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ നമ്മുടെ ജീവിതങ്ങളുടെ ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പറയാം. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കാരണം ഈ മാസം നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ത്യാഗങ്ങളും സഹനങ്ങളും മറ്റുള്ളവർ ഇട്ടാ ഓരോരുത്തരെ പൈസല്ലേ ഇരുവല്ല തീരെ